ബ്രിട്ടനിൽ സ്കൂളിൽ 14 വയസ്സുള്ള വിദ്യാർത്ഥിനി അധ്യാപകനെയും സഹപാഠികളെയും കത്തികൊണ്ട് ക്രൂരമായി കുത്തിപ്പരിക്കേൽപ്പിച്ചു. മദ്രസ കുട്ടിക്ക് അതല്ലേ ചെയ്യാൻ പറ്റൂ. ഇസ്ലാം മതത്തിൽപ്പെട്ട എല്ലാവരും തീവ്രവാദികളാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ തീവ്രവാദികളിൽ കൂടുതലും മുസ്ലിം മതക്കാരാണെന്ന് വിജയ് തമ്പി. അങ്ങനെയല്ല, പിടിക്കപ്പെട്ട തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എന്ന് മാറ്റി പറയണം. പഞ്ചാബിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇസ്ലാമിക ഭീകര സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച 3 കാശ്മീരി വിദ്യാർത്ഥികൾ പിടിയിൽ. കോടതി 10 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ഇസ്ലാമിക ഭീകരത ലോകത്തെ വരിഞ്ഞു മുറുക്കുന്നു എന്ന് പറയുമ്പോൾ അതില്ല എന്ന് പറയുന്ന ആളുകളുടെ അണ്ണാക്കി കിട്ടട്ടെ. കോഴിക്കോട് വളയത്തെ മുസ്ലിം ലീഗ് കേന്ദ്രത്തിൽ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. അതേടാ, ലീഗാടാ, ഇത് ലീഗാടാ. ശരി, ലീഗ് ഭരിക്കും, കേരള മണ്ണിൽ ലീഗ് ഉണ്ടാക്കും, നിയമങ്ങൾ നടക്കട്ടെ. മുഖം ശരിയായ രീതിയിൽ മറച്ചില്ല എന്നാരോപിച്ച് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സ്ത്രീകളെ വ്യാപകമായി അറസ്റ്റ് ചെയ്ത ശേഷം തടങ്കലടയ്ക്കപ്പെട്ടു. അവിടെ അതൊക്കെ തന്നെയല്ലേ നടക്കത്തുള്ളൂ. അവര് തടങ്കലിൽ പാർപ്പിക്കുന്നത് തന്നെ ഇത്തരക്കാരെയാ. മക്കളെ സ്കൂൾ മാറ്റേണ്ടി വന്നു, അവരെ വരെ ക്രൂശിക്കുന്നു. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ജീവിച്ചിരിക്കുമായിരുന്നില്ല. ഒരു കളിക്ക് 3 കോടി രൂപ ആവശ്യപ്പെടുകയും 3 കോടി രൂപ കിട്ടിയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും റസൂൽ പൂക്കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നിന്റെ ഭാര്യയോട് ഇന്ന് പറയണം, നിന്റെ ഗർഭം എൻ്റെ വയറ്റിലുണ്ട്. ആദ്യമൊരെണ്ണം ഇവരൊരുമിച്ച് നിന്ന് അബോർട്ട് ചെയ്തു, രണ്ടാമതൊരെണ്ണം അബോഷനായി. കളി ചില്ലറയ്ക്കൊന്നും അല്ലല്ലോ, മൂന്നാമതൊരെണ്ണം വയറ്റിലുണ്ട്. അതിനാണ് 3 കോടി. എന്തല്ലേ, ഇവള് ചെറിയ പുള്ളിയൊന്നുമല്ല. ഫിറോസേ, നീ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. മക്കളെ സ്കൂൾ മാറ്റേണ്ടി വന്നു, ഞങ്ങളുടെ ജീവിതം തകർക്കാൻ മറ്റുള്ളവരെ കൂട്ടുപിടിക്കരുത്. സോഷ്യൽ മീഡിയയോട് സജനാനൂർ. കൊച്ചെ, നീ മര്യാദയ്ക്ക് ജീവിച്ച വല്ല കുഴപ്പമില്ല, നിനക്ക് നാണമുണ്ടോ? വേറൊരുത്തൻ്റെ കൂടെ പോയി നീയൊക്കെ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. ഞങ്ങളെയൊക്കെ പ്രത്യക്ഷമായിട്ട് മതത്തിൽ നിന്നും പുറത്തു വന്നവരാ. മതത്തിനകത്ത് നിൽക്കുന്ന നിന്നെയൊക്കെ ഇപ്പോഴും ആൾക്കാർ പറയുന്നത്. ഒരുത്തൻ്റെ പെണ്ണുപിള്ളയായിട്ട് എന്നിട്ട് അവൻ ഒഴിവാക്കാതെ അവൻ്റെ മക്കളെയും പേറിയിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയിട്ട് അവൻ്റെയും കൊച്ചിനെ എന്തുവാ കൊച്ചെ ഇതൊക്കെ? എന്നിട്ട് എനിക്ക് പണം മതി, എനിക്ക് സുഖം മതി, എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ ഏത് അറ്റം വരെയും പോകുമെന്ന്. അതെന്തോ, പോയ അറ്റത്ത് സുഖമൊന്നും കിട്ടിയില്ലയോ? എത്ര അറ്റങ്ങൾ പോയി ഈ സുഖത്തിന് വേണ്ടിയിട്ട്? അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കണം. തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയ സംഭവത്തിൽ തിരുത്തി സമസ്ത. ശരി, ഇസ്ലാമികവൽക്കരണത്തിന് വെടിമരുന്നിടാൻ ജിമ്മുകളും ശരീഅത്ത് ജിമ്മുകളുമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. പാട്ടുവെക്കരുത്, ഔറത്ത് മറയ്ക്കണം, സ്ത്രീകൾക്കും പുരുഷനും വെവ്വേറെ സമയം. ശരീഅത്ത് ജിം പാലക്കാട്. അമ്പലത്തിൽ വന്ന് ദഫ് മുട്ട് കളിക്കുമ്പോഴും പള്ളിയിൽ വന്ന് നിസ്കാരം നടത്തുമ്പോഴും ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് നടക്കുന്ന മതേതരർ എന്ന് പറയുന്ന ചിലർ. കേരളത്തിലെ മതേതരത്വം തകരുന്ന രീതിയിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾക്കെതിരെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഭാവിയിൽ മതനികുതി കൊടുക്കാതെ ഇവിടെ ജീവിക്കാം. അതെ, എക്സാക്ട്ലി. ഇറാനിലേക്ക് പണം സംഭാവന ചെയ്തതിന് ഇന്ത്യൻ സഹോദരന്മാർ സൗദി അറേബ്യയിൽ അറസ്റ്റിലായി. ഇവിടെ അങ്ങനെയൊക്കെ ഒരു നിയമം വന്നിരുന്നെങ്കിൽ. നരേന്ദ്രമോദി രാജ്യം ഭരിച്ചിട്ട് ജൂൺ 10-ാം തീയതി ആയപ്പോൾ 4399 ദിനങ്ങൾ. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി സേവനമനുഷ്ഠിച്ച ഭാരതത്തിന്റെ പ്രധാനമന്ത്രി. നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്താണ് ഞങ്ങളൊക്കെ ജീവിച്ചത് എന്ന് പറയുന്നത് തന്നെ ആരെ അഭിമാനമായിട്ട് കാണുന്നു. ടാറ്റ കൺസൾട്ടൻസി സർവീസിന് ശേഷം വിപ്രോയിലും നിർബന്ധിത മതപരിവർത്തനം. ഹിജാബ് ധരിക്കാനും ഇസ്ലാം മതം സ്വീകരിക്കാനും സഹപ്രവർത്തക ഷഹീന റഫീഖ് നിർബന്ധിച്ചു. അനുസരിക്കാത്തതിനാൽ അനാവശ്യ ആരോപണം ഉന്നയിച്ച് ജോലിയിൽ നിന്നും പുറത്താക്കി. കടന്നുപോയത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയെന്ന് യുവതി. ഹിന്ദു ജീവനക്കാരികളെ ബോധപൂർവം ബുദ്ധിമുട്ടിപ്പിക്കുന്നതായും ആരോപണം. റോഡിൽ മുട്ടിലിഴഞ്ഞ കുഞ്ഞിനെ സുരക്ഷിതമാക്കിയ ബസ് ജീവനക്കാർക്ക് അഭിനന്ദനങ്ങൾ. മതഭീകര ക്ഷണക്കത്ത് വേണ്ട, ഈദ് സോഷ്യലിലേക്ക് ഹിന്ദുക്കളെ ക്ഷണിച്ച് ജമാഅത്തെ ഇസ്ലാമി. മതരാഷ്ട്രവാദികളുടെ ക്ഷണം വേണ്ടെന്ന് അരയ സമാജം. ഒരു പൊടിക്ക് ഇവരടങ്ങുന്നില്ല. മധ്യപ്രദേശിലെ പ്രമുഖ യൂട്യൂബർ ഹോം ടൂർ വീഡിയോയിൽ തങ്ങളുടെ സ്വർണ്ണ വെള്ളി ആഭരണങ്ങളുടെ ദൃശ്യം പങ്കുവച്ചതിന് പിന്നാലെ കവർച്ചാക്രമി സംഘം വീടാക്രമിച്ച് മുഴുവൻ സാധനങ്ങളും മോഷ്ടിച്ചു. പോട്ട് വെച്ചേ, അവര് പോയി ജീവിക്കട്ടെ. ഇറാന്റെ രാഷ്ട്രീയ സൈനിക തലവന്മാരുടെ അമേരിക്കയിൽ താമസിക്കുന്ന ജോലി ചെയ്യുന്ന ബന്ധുക്കളുടെ വിസകൾ റദ്ദാക്കി പുറത്താക്കാൻ അമേരിക്കൻ ട്രംപ്. അതായത് ഇവര് പ്രത്യക്ഷമായിട്ട് അമേരിക്കയെ തള്ളി പറയും. ഇവരുടെ കൂട്ടുകുടുംബം മൊത്തവും അമേരിക്കയിൽ. പിന്നെ തൂക്കിയെടുത്ത് വെളിയിലിടണ്ടായോ? ആളുകൾ പലതും പറഞ്ഞ് ആക്ഷേപിച്ചു. എൻ്റെ ട്രീറ്റ്മെന്റിന് പണം കണ്ടെത്താനാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ ചെയ്തത് എന്ന് രേണു സുധി. നമ്മൾ ഈ വിഷയത്തിലൊന്നും വല്ലാതെ ഞാൻ ഇടപെടാറുള്ള വിഷയമല്ല, പക്ഷെ എന്നാലും പറഞ്ഞു പോകുന്നതാണ്. രേണുവിനേക്കാൾ ബുദ്ധിമുട്ടുന്ന ഭർത്താവ് മരണപ്പെട്ട
ചെറിയ കുഞ്ഞുങ്ങളുള്ള, മാതാപിതാക്കളില്ലാത്ത, സഹോദരങ്ങളില്ലാത്ത, ജോലിയില്ലാത്ത, ആരോഗ്യമില്ലാത്ത, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഈ രാജ്യത്തുണ്ട്. പ്രത്യേകിച്ച് കൊച്ചു കേരളത്തിലുണ്ട്. അവരാരും തുണി ഉരിയാനും മാറും മോറും ഡാഷും ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടില്ല. പിന്നെ നിന്റെ അട്ടഹാസവും കോപ്രായങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആർമാദിക്കുന്നത് കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ടാണ് ആളുകൾ എത്രമാത്രം വിമർശിക്കുന്നോ അതിലേറെ നീ കാണിച്ചുകൊണ്ടേയിരുന്നു. നീ എന്തോ വലിയ സംഭവമാണ്, നിന്റെ വയറിനെക്കുറിച്ചും നിന്റെ മാറിനെക്കുറിച്ചും നിന്റെ സൗന്ദര്യത്തെക്കുറിച്ചും നീ തന്നെ വന്ന് വാതോരാതെ പുകഴ്ത്തി ആളുകളെ കൊണ്ട് ട്രോളുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി അങ്ങനെ ഒരു നെഗറ്റീവ് ഫെയിമിൽ കൂടി കയറി വരാൻ നീ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്നത്. അതിനിപ്പോൾ മോങ്ങിയിട്ട് കാര്യമില്ല. പിന്നെ അസുഖം, ഇതുപോലെയുള്ള അസുഖങ്ങൾ ആർക്കും വരാതിരിക്കട്ടെ. ഒരു പിതാവ് നഷ്ടപ്പെട്ടു പോയ ഒരു മകനുണ്ട് നിനക്ക്. ആ കുഞ്ഞിന് അമ്മയെ കൂടി നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ഞങ്ങളുടെയൊക്കെ മനസാക്ഷി വെച്ചിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ നീ കാണിച്ചു കൂട്ടിയതിനൊന്നും ഇതൊന്നും ഒരു പരിഹാരമല്ല, ന്യായീകരണവുമല്ല. സ്പെയിനിൽ ഇസ്ലാമികവൽക്കരണം തടയണമെന്ന ആവശ്യവുമായി വൻ പ്രതിഷേധമായി രാഷ്ട്രീയ പാർട്ടികൾ. എവിടെയാണ് ഇവർ മര്യാദയ്ക്ക് ജീവിച്ചിട്ടുള്ളത്? എവിടെ പോയാലും മതത്തിന്റെ മുഖമുദ്രകൾ എടുത്ത് പാറുവല്ലേ. എന്തുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരും സൈനിക ഉദ്യോഗസ്ഥരുമൊക്കെ RSSകാരാകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ജിതിൻ ജേക്കബ് ചോദിക്കുന്നത്. ചൈനയിൽ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന കുറ്റവാളികൾക്ക് വധശിക്ഷ നൽകാൻ സർക്കാർ നിയമം, ഇതുപോലെ ഒരു നിയമം നമ്മുടെ രാജ്യത്തു കൂടി വരണം എന്നാണ് നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഒരു അമ്പലത്തിൽ അത്തപ്പൂ ഇട്ടപ്പോൾ മതേതരത്വം തകരുമെന്ന് പറഞ്ഞ് കേസെടുത്ത കേരള പോലീസിന് ഇറാൻ ഫുട്ബോൾ ആരാധകർ എന്ന പേരിൽ കൊമേനിയുടെ പടം വെച്ച ഫ്ലെക്സ് വെക്കുന്നതിന് ഒരു പ്രശ്നവുമില്ലാതെ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതും ആയത്തുള്ള അലി ഖുമേനി എന്ന് പറഞ്ഞാൽ ലോക മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്നതുമാണ്. അതാണ് അതിന്റെ വ്യത്യാസം. ഇവിടുത്തെ മുസ്ലിങ്ങൾ എല്ലാവരും രാജ്യസ്നേഹികളാണ് എന്ന് ആരൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതല്ല എന്ന് അവർ തെളിയിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടുവരികയും ചെയ്തു പോയതിനെല്ലാം ക്ഷമ ചോദിക്കുന്നു. കിച്ചു കാണാൻ വരുമെന്നാണ് വിശ്വാസം. വന്നില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഈ വിഷയം വല്ലാതെ ഹൈലൈറ്റ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. രാത്രികളിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു, അതൊക്കെ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിലുണ്ട്. ഓക്കെ. 3600 കോടിയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തകർത്ത് 800 കോടിയുടെ KSRTC സൗജന്യ യാത്ര. VD സതീശൻ എവിടെയൊക്കെയോ പിഴയ്ക്കുന്നു. സ്ത്രീകൾക്ക് ലഭ്യമായ 3 മടങ്ങ് അടങ്കലുള്ള പദ്ധതി ഇല്ലാതാക്കി സതീശൻ സർക്കാർ. ചർച്ചയായി ഫേസ്ബുക്ക് പോസ്റ്റ്. ഗോപകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യം ജനങ്ങളെ അറിയിക്കുന്നത്. സ്ത്രീകൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നെന്നാണ് പറഞ്ഞത്. അവസാനം ഉള്ളതും കൂടി ഇല്ലാതാക്കി. സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റ്. 5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിവാഹമോചന രേഖകൾ കീറിക്കളഞ്ഞ് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച ഭാര്യ. കോടതിയപ്പ കേസുകളൊക്കെ ഇത്ര നീട്ടിക്കൊണ്ടു പോകുന്നതിൽ കാര്യമുണ്ടല്ലേ. തീവ്രവാദ ബന്ധം. ഇംഗ്ലണ്ടിൽ 4 പലസ്തീൻ അനുകൂല പ്രവർത്തകർക്ക് 5 മുതൽ 8 വരെ വർഷം തടവ് ശിക്ഷ. വളരെ നല്ലത്, വളരെ നല്ലത്. എവിടെ പോയിരുന്നാലും ശരി, ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ ഇവരൊക്കെ അകത്താകുമെന്നുള്ള വലിയ സന്ദേശം ലോകത്തിന് നൽകണം. തീവ്രവാദ ബന്ധം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ പകുതി മുസ്ലിങ്ങൾ അകത്താകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വന്ദേ മാതരം ഇസ്ലാമിക വിരുദ്ധമാണെന്നും അതിനാൽ ആലപിക്കില്ല എന്നും പറഞ്ഞവരുൾപ്പെടെ ബംഗാളിലെ എല്ലാ മദ്രസകളും ദേശീയ ഗീതം ആലപിക്കുന്നതായി റിപ്പോർട്ട്. അല്ലെങ്കിലേ പിടിവീഴും. കാരണം ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ജനാധിപത്യ വിശ്വാസികളാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് സുവേന്ദു അധികാരി അധികാരത്തിൽ കയറിയതോടുകൂടി ജനാധിപത്യം പുലുകിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെയും ഏതാണ്ട് ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥയെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പറയണമെന്ന് ഒത്തില്ല RSS പരിപാടിയിൽ പങ്കെടുത്തവർ മാപ്പ് പറയുകയാണെങ്കിൽ ആദ്യം അങ്ങ് തന്നെ മാപ്പ് പറയണം. ശ്രീ VD സതീശൻ. അതെ, ഇദ്ദേഹം RSS പരിപാടിയിൽ പങ്കെടുത്തതിന്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. തമിഴ്നാട്ടിലെ പോലെ കേരളത്തിലും ജയിൽ പുള്ളികൾക്ക് ബിരിയാണി കൊടുത്ത് വളർത്തുന്നത് നിർത്തണം. അതെ, ആണൊരുത്തൻ ഭരിക്കണം.
വിജയിക്കറിയാം. ആ രാജ്യത്തിന്റെ ചൂടും ചൂരും അറിയാം. അതുകൊണ്ട് ആ ശ്രീരാമ വിഗ്രഹം തടഞ്ഞ ബംഗ്ലാദേശ് സർക്കാരിനെതിരെ പന്തം കൊളുത്തി പ്രകടനവുമായി ഹിന്ദു വിദ്യാർത്ഥികൾ. സംസ്ഥാനത്ത് വൻ സുരക്ഷാ വീഴ്ച, വ്യാജ റേഷൻ കാർഡും ഭക്ഷ്യസുരക്ഷാ ലൈസൻസും കൊല്ലത്ത് ഹോട്ടൽ നടത്തി ബംഗ്ലാദേശികൾ. ആഹാ, ബംഗ്ലാദേശികൾ കൊല്ലം വരെ എത്തിയിരിക്കുന്നു. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് അമേരിക്കയിൽ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരന് 10 വർഷം തടവ്. സ്ത്രീ സുരക്ഷയ്ക്കായി ശബ്ദമുയർത്തിയതിനാൽ പല വലിയ ചിത്രങ്ങളിൽ നിന്നും ഒഴിവാക്കി പാർവതി തിരുവോത്ത്. ഇന്ത്യയെ സേവിക്കാൻ കഴിഞ്ഞത് സവിശേഷ ഭാഗ്യം. ജനങ്ങൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു. അങ്ങേപോലെ ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം. സംസ്ഥാന വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കണം. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതിയെ അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണം. അതെ, ഇന്ത്യൻ അതിർത്തിയിലേക്ക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ച് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശ് ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾ. ഇവരെവിടെ പോയാലും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് ചെന്ന് കയറും, ഇന്ത്യൻ ആർമി ആസനത്തിൽ വെച്ച് പൊട്ടിക്കും, പിന്നീട് കിടന്ന് നിലവിളിയായി. ഇത്രയും കാലം ജാഗ്രത മാത്രം മതിയായിരുന്നു, ഇനിയിപ്പോൾ ഭയക്കണം. മനസ്സിലായില്ലേ? ശാസ്താംകോട്ട മുസ്ലിം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുത്തില്ല എന്നാരോപിച്ച് അധ്യാപികയ്ക്ക് സസ്പെൻഷൻ കൊടുത്ത സംഭവമാണ്. ഇനി എന്തൊക്കെ കാണേണ്ടി വരും. അമേരിക്കയുടെ സഹായമില്ലാതെ ഇറാന്റെ ആണവ ആക്രമണത്തെ പ്രതിരോധിക്കും. അതെ, ഇവരെ സ്വന്തം ചിറകിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്, ഇരിക്കുന്ന മരത്തിന്റെ കൊമ്പിൽ വിശ്വസിക്കുന്നവരല്ല. ഇറാനെതിരെ യുദ്ധത്തിന് ഇസ്രായേൽ സൈന്യം തയ്യാറാകണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. അതെ, അവർ തയ്യാറാണ്. തടവ് പുള്ളികൾ ഇനി കഞ്ഞിയും പയറും കഴിച്ചാൽ മതി, മര്യാദയ്ക്ക് ഒതുങ്ങി ജീവിച്ചോ. സ്കൂൾ കുട്ടികൾക്ക് ഇനിയും മത്സ്യ മാംസാദികൾ അടങ്ങിയ പോഷകാഹാരം നൽകും. ഇവരൊക്കെ വല്ലവനെയും ഒക്കെ കൊന്നിട്ടും കുത്തിയും ഇല്ലാതാക്കിയിട്ടും ഒക്കെ ജയിലിൽ പോയി കിടന്നാൽ ഇവന്മാർക്ക് സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണവും ശമ്പള വർധനവും. 370 രൂപയുടെ ബിരിയാണിക്ക് പകരം യുവതിയിൽ നിന്ന് ലൈംഗികത എന്ന വിവാദ പരാമർശം 23കാരന്റെ ജോലി തെറിച്ചു. നമ്മുടെ കാക്കാന്മാർ എവിടെയുണ്ടെങ്കിലും നമ്മുടെ മുഖമുദ്ര ഇതാണ് എന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടേയിരിക്കും. ഇന്ത്യൻ അതിർത്തിയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ച് ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റ് പാർട്ടികൾ ആസനത്തിൽ വെച്ചവർ വെടിപൊട്ടിക്കും. സൂക്ഷിച്ചോ, ഇന്ത്യൻ ആർമിയോടാ കളിക്കുന്നത്. ഇറാന് കനത്ത തിരിച്ചടിയായി ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിലെ വ്യോമ പ്രതിരോധ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തി. ചെന്ന് കയറി കൊടുക്കുക. നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കൊപ്പിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. നടക്കുവോ? നോക്കാം. US കോപ്റ്റർ പൈലറ്റുമാരെ രക്ഷിച്ചത് ഡ്രോൺ ബോട്ട് നിർമ്മിച്ചത് ഇന്ത്യൻ വംശജന്റെ സ്ഥാപനം. സന്തോഷം. മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ ചേർത്തതിന് കാരണം കാണിക്കണം. വഖഫ് ബോർഡിന് കേന്ദ്ര സർക്കാർ നോട്ടീസ്. 700 രൂപയ്ക്ക് ആധാറും റേഷൻ കാർഡും ബംഗ്ലാദേശികൾക്ക്. കേരള മേൽവിലാസത്തിൽ വ്യാജരേഖകൾ, പിന്നിൽ വൻമാഫിയ. മദ്രസ അധ്യാപകനുമായി വിവാഹം നിശ്ചയിച്ചു. കാസർഗോഡ് 19കാരി ജീവനൊടുക്കി. വിവാഹം നിശ്ചയിച്ചത് ഇഷ്ടമായില്ല. കാസർഗോഡ് 19കാരി ജീവനൊടുക്കി. കൊച്ചിന്റെ മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കണം. ഇസ്രായേലിൽ ഇസ്ലാമിസ്റ്റ് ആക്രമിയുടെ വെടിവെപ്പിൽ ഒരു മരണം. അക്രമിയെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു. അവിടെ ചെന്നിട്ട് ആസനത്തിൽ വെടിയും വാങ്ങിച്ചു വന്നു. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾ